രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. പ്രിയരെ, സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയരെ, വാൽമീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം ത്രിശങ്കുവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കയറ്റാൻ വിശ്വാമിത്രൻ ശ്രമം നടത്തിയപ്പോൾ ദേവേന്ദ്രൻ തടഞ്ഞു എന്ന ഭാഗമാണ്. അപ്പം വിശ്വാമിത്രൻ്റെ അപാരമായ കഴിവുകൊണ്ട് മറ്റൊരു സ്വർഗ്ഗം ഉണ്ടാക്കുക, അത്ഭുതമല്ലേ? ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹാത്മ്യം രാമന് പറഞ്ഞു കൊടുക്കുകയാണ്, ശതാനന്ദനും ജനകനും ഒക്കെ കൂടിയിട്ടേ. അതാണ് സന്ദർഭം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഗുരുനാഥൻ ചില്ലറക്കാരനല്ല രാമ, വേറൊരു സ്വർഗ്ഗം ഉണ്ടാക്കുന്ന ചരിത്രത്തിൽ വേറൊരാൾ ചെയ്തതായിട്ട് നമുക്കറിവില്ല. അങ്ങനത്തെ ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞത്. അങ്ങനെ മറ്റൊരു സ്വർഗ്ഗം ഇപ്പോഴും ആകാശത്ത് സതേൺ ക്രോസ് എന്ന് ഭൂമിശാസ്ത്ര വിദഗ്ധർ വിശേഷിപ്പിക്കുന്ന നക്ഷത്രങ്ങളുടെ ഒരു വ്യൂഹം ഇപ്പോഴും ഉണ്ട് എന്ന് ചിലർ പറയുന്നു. ഇനി അതിനുശേഷം വിശ്വാമിത്രൻ്റെ മാഹാത്മ്യം തുടരുകയാണ്. വിശ്വാമിത്ര മാഹാത്മ്യം തുടർച്ച. ശുനശ്ചേപൻ വിക്രിയം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഒരു സർഗത്തിൽ പറയുന്ന കഥാഭാഗം ആണ്. ഈ വിശ്വാമിത്രൻ്റെ സഹോദരിയായിട്ടുള്ള സത്യവതിയുടെ മകനാണ് ഈ ശുനശ്ചേപൻ എന്നാണ് ഇവിടെ പറയണത് കേട്ടോ. ചില കഥാവേദിയിൽ ചില വ്യത്യാസങ്ങൾ ഓരോ ഗ്രന്ഥത്തിൽ കണ്ടേക്കാം. വേറെയുള്ളതിൽ ഇപ്പോൾ അത് ഈ ഭാഗത്തിൽ അങ്ങനെ പറഞ്ഞു കണ്ടില്ല. എന്തായാലും ഇവിടെ സത്യവതിയുടെ മകനാണ് എന്നാണ് പറയണത് ശുനശ്ചേപൻ. ഇപ്പം വിശ്വാമിത്രൻ അമ്മാമനാണ്, മരുമകനാണ് ശുനശ്ചേപൻ എന്നുള്ള നിലയ്ക്കാണ് രാമായണത്തിൽ കഥ കാണുന്നത്. എന്തായാലും ശരിയായിട്ടുള്ള ഒറിജിനൽ സ്വർഗത്തിലേക്ക് ശങ്കുവിനെ കടത്താത്തതുകൊണ്ട് വിശ്വാമിത്രന് കുറച്ച് നിരാശ ഉണ്ടായി. അവിടെ അധിപൻ ഇന്ദ്രനാണ്. ഇന്ദ്രൻ പറഞ്ഞതേ നടക്കൂ. വേറെ സ്വർഗം തെറ്റിച്ചതുകൊണ്ട് ഭാഗികമായിട്ടല്ലേ പരിഹാരമായുള്ളൂ. ആ സ്വർഗത്തിലേക്ക് എന്നെ എത്തണം എന്നുള്ള വാശി നടന്നില്ല എന്നുള്ളതിൽ കുറച്ചൊരു വിഷമം വിശ്വാമിത്രനുണ്ടായി. വീണ്ടും തപസ് ചെയ്താലോ എന്ന് മനസ്സിലാക്കി പടിഞ്ഞാറ് ഭാഗത്ത് വിശാല എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോവുകയാണ്. അവിടെ പോയിട്ട് തപസ്സൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവിടെ ഒരു രാജാവിനൊരു യജ്ഞം നടത്തുകയായിരുന്നു, യാഗം. അവിടെയും ഇവിടെ വ്യത്യാസമുണ്ട് കഥാഭാഗം. ദേവീ ഭാഗവത്തിലും നമ്മുടെ ഭാഗത്തിലും ഭാരതത്തിലും എന്നാണ് എൻ്റെ ഓർമ്മ. പറയുന്ന രാജാവിൻ്റെ പേര് ഹരിശ്ചന്ദ്രനാണ്. ഹരിശ്ചന്ദ്രൻ്റെ യാഗത്തിലാണ് ഈ സംഭവം വർണ്ണിക്കുന്നത്. ഇവിടെ അത് അംബരീഷൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവിൻ്റെ പേരാക്കി മാറ്റിയിരിക്കണം. അതിനെ ഉടനീളം പറയും, 2-3 ദിക്കിലാവാം, തെറ്റി പറഞ്ഞതല്ല, ചെടിപ്പശകല്ല. അംബരീഷൻ തന്നെ ശ്ലോകത്തിലും കാണുന്നതേ. അത് ഇഷ്ടമൊന്നുമല്ല, എന്ത് പേരോ ABCO ആയിക്കോട്ടെ, നമുക്ക് ആരും നോക്കിയാൽ മതി. വിശ്വാമിത്രൻ്റെ മഹാത്മ്യമാണ് ഇപ്പോൾ കാണിക്കണം. ഏത് രാജാവും ആയിക്കോട്ടെ, ഇവിടെ അംബരീഷൻ എന്ന് പറയണു. ആ അംബരീഷൻ യാഗം നടത്തി പശുവിനെ ഇതുപോലെ അഴിച്ചു വിടലുണ്ടോ, അതെല്ലാ യാഗത്തിലത്തെയും ചടങ്ങാണ്. അതിനെ ഇന്ദ്രൻ അപഹരിച്ചു. അങ്ങനെ ഇപ്പോൾ അംബരീഷൻ യാഗം നടത്തി വിജയിശീലാളിതനാവണ്ടാവുന്നു. ആ മൂപ്പരെപ്പോഴും ഇങ്ങനെ ഇന്ദ്രൻ കൊസറാക്കൊള്ളി അഗ്രേസരനാണ്. അങ്ങനെ രാജാവിന് വലിയ വിഷമായി അംബരീഷൻ. ഹരിശ്ചന്ദ്രൻ എന്നാണ് കേട്ടോ വേറെ കഥയിൽ, ഇവിടെ അത് അംബരീഷനാക്കിയിട്ട് പറയണമെന്ന് മാത്രം. അപ്പോൾ അവിടെ പൗരോഹിത്യമൊക്കെ വഹിക്കുന്ന ആൾ ചെന്നിട്ട് രാജാവ് വലിയ കുഴപ്പം പറ്റിയിരിക്കണു. അശ്വം അപഹരിക്കപ്പെട്ടിരിക്കണം, യജ്ഞാശ്വം അപഹരിക്കപ്പെട്ടിരിക്കണം. രാജാവ് ചോദിച്ചു, എന്താ പരിഹാരം? ഒന്നെങ്കിലും അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ 1,00,000 പശുക്കളെ കൊടുത്തിട്ട്, ലക്ഷം എന്നല്ല, വേറൊരു ഒരു മനുഷ്യനെ കുരുതി കൊടുക്കുക.
മനുഷ്യനെ കൊണ്ടുവന്ന് വെട്ടി ബലിയായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതിന് വലിയ പ്രതിഫലമൊക്കെ കൊടുക്കേണ്ടി വരും. 1,00,000 പശുക്കളെ കൊടുക്കാൻ രാജാവ് തീരുമാനിച്ചു. ആരെങ്കിലും കൊടുക്കും, എൻ്റെ കുട്ടിയെ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട്. കാക്കയ്ക്കും ആണെങ്കിലും തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ, ഒരാളും തൻ്റെ കുട്ടിയെ കൊല്ലാൻ കൊടുക്കാതെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അംബരീഷൻ്റെ രാജാവ്. അപ്പം ദൂതന്മാർ, അംബരീഷ രാജാവിൻ്റെ ദൂതന്മാർ അവരന്വേഷിച്ച ഒരു മനുഷ്യൻ, അയ്യോ അത് മാത്രം പറയരുത്, സമ്മതത്തോടെ പാടുള്ളൂ, പിടിച്ചുകൊണ്ടുപോയി ബലാത്കരണം കൊടുത്താൽ യാഗത്തിന് അത് അനുവദനീയമല്ല, സ്വമേധയാ കൊടുക്കണം. അങ്ങനെയുണ്ട്. ഒരൊറ്റ കുട്ടി സമ്മതിക്കാതെ കണ്ട് ഋഷികനെ കണ്ടുമുട്ടുകയാണ്. വിശ്വാമിത്രൻ്റെ സഹോദരി ഭർത്താവായിരിക്കുന്ന ഋഷികനെ കണ്ടുമുട്ടിയപ്പോൾ കുറച്ച് ദാരിദ്ര്യവും വിഷമമൊക്കെ അദ്ദേഹത്തിനുണ്ട്. 3 മക്കളുണ്ട്, ആൺകുട്ടികളാണ്. ആദ്യത്തെ മകനെ ഞാൻ എന്തായാലും തരില്ല എന്നായി ഋഷികൻ. കൊടുക്കില്ല എന്നങ്ങനെ പറയരുത്, അങ്ങനെയൊന്നും ഒരാൾ ചോദിച്ചാൽ പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് രാജാവാണ്, തല വീശാൻ അധികാരമുണ്ടേ. മൂത്ത കുട്ടിയെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, സത്യവതി, ഒടുവിലത്തെ കുട്ടിയെ ഞാൻ തരില്ല, എനിക്കത് പറ്റില്ല, ആ കുട്ടിയെ വേണം. ഇപ്പോൾ ഇടയിലത്തെ കുട്ടിയുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കുക, അവനെ പിടിക്കാൻ ആരുമില്ല, അമ്മയും അച്ഛനും അല്ലേ ഉള്ളൂ, 3ാമതൊരാളില്ലാത്തതുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, എന്നെ വേണം എന്ന് പറയാൻ ആരുമില്ല, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, എന്നെ കൊണ്ടേക്കോളൂ, അച്ഛനും വേണ്ട എന്നെ, അമ്മയ്ക്കും വേണ്ട എന്നെ. കുട്ടിയുടെ ഒരവസ്ഥ അരച്ചാൽ നമുക്ക് സങ്കടം തോന്നും അല്ലേ. ഈ പറയുകയാണ്, എന്നെ കൊണ്ടേക്കോളൂ, എനിക്ക് എന്നെ അച്ഛനും വേണ്ടല്ലോ അമ്മയ്ക്കും വേണ്ടല്ലോ, നിങ്ങളെന്നെ കൊണ്ടുപോയിട്ട് യജ്ഞം നടത്തി രാജാവിൻ്റെ കാര്യമെങ്കിലും നടക്കട്ടെ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. ദുഃഖമില്ലാഞ്ഞിട്ടൊന്നും അല്ല അവർക്ക്. എന്തായാലും 1,00,000 പശുവിനെ പ്രതിഫലമായിട്ട് കൊടുത്തു. പുത്രന്മാർ വാങ്ങിയാലും ആവാം, ദത്തെടുത്താലും ആവാം. 10 തരത്തിലാണ് പുത്രന്മാർ വേദത്തിൽ പറയുന്നുണ്ട്. ഭാര്യ പ്രസവിച്ചിട്ടുണ്ടാവണവർ, അതായത് ജന്മം നൽകിയ അച്ഛൻ, ഒരു ജോലി ഒരാൾക്ക് കൊടുത്തു, ജീവിതമാർഗം കാണിച്ചു കൊടുത്താൽ അച്ഛൻ്റെ സ്ഥാനം, പുത്രൻ്റെ സ്ഥാനം. വില കൊടുത്തിട്ട് ഒരാളെ വാങ്ങാം, കൊടുക്കാൻ തയ്യാറാവണമല്ലോ, ബുദ്ധിമുട്ടാണ്, എങ്കിലും ദുർലഭം പതിവുണ്ട്. വില കൊടുത്ത് വാങ്ങൽ, ദത്തെടുക്കൽ. ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചാൽ അയാൾക്ക് അച്ഛൻ്റെ സ്ഥാനമാണെന്നാണ്, മരണത്തിൽ നിന്ന് രക്ഷിച്ചാൽ. ഒരു 10 തരത്തിൽ പറയുന്നുണ്ട് പുത്രൻ ദത്തെടുക്കുക. ഇപ്പം ഇവിടെ ഈ 1,00,000 ഉറുപ്പ്യ കൊടുത്തിട്ട് പുത്രസ്ഥാനത്താക്കി രാജാവിന് കൊണ്ടേ കൊടുത്തു. ഇതാണ് ശുനശ്ചേവ വിക്രിയം എന്ന സർഗത്തിൽ പറയുന്നത്. തൽക്കാലം ആ പ്രശ്നം അങ്ങനെ ഒരാളെ കിട്ടി എന്നുള്ളിടത്ത് പരിഹാരമായി. പക്ഷേ മുഴുവൻ യാഗം കഴിയണം, നല്ല പരിഹാരമുള്ളൂ. കുട്ടിയെ കിട്ടി, ഒരു മനുഷ്യ കുട്ടിയെ എന്നുള്ള നിലയ്ക്ക് പരിഹാരം ഭാഗികമായിട്ട് ആയി. അങ്ങനെ പുഷ്കരത്തിൽ തപസ്സൊക്കെ ചെയ്ത് വിശ്വാമിത്രൻ അങ്ങനെ വിശ്രമിക്കുകയാണ്. തപസ്സൊക്കെ കഴിഞ്ഞായിട്ട് ശുനശ്ചേവൻ വേഗം വന്നിട്ട് പറഞ്ഞു, കൊണ്ടുവന്ന കൂട്ടക്കാരൊക്കെ ഇങ്ങനെ കയറൊക്കെ ഇട്ട് കെട്ടിക്കൊടുന്നപ്പോൾ ശുനശ്ചേവൻ തന്നെ പറഞ്ഞു, എനിക്കാരുമില്ല മഹർഷി, എന്നെ പിടിക്കാൻ അച്ഛനും ഉണ്ടായില്ല, അമ്മയും ഉണ്ടായില്ല, എന്നെ 1,00,000 പശുക്കളെ കൊടുത്തിട്ട് മേടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങയുടെ ദൂതന്മാർ, അല്ല രാജാവിൻ്റെ ദൂതന്മാർ കേട്ടോ, അംബരീഷിൻ്റെ ദൂതന്മാർ. ഞാൻ അങ്ങയോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, അമ്മാവനാണേ, മരുവനാ പറയണത്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാമോ, ജീവൻ കൊടുക്കണം എന്ന് ആർക്കെങ്കിലും ഉണ്ടാവുമോ മഹർഷേ, അങ്ങേ അല്ലാണ്ട് ആരും രക്ഷാകർത്താവായിട്ട് ഞാൻ കാണുന്നില്ല. ഈ ശുദ്ധന്മാരും ചുണ്ടിയിലുള്ളവരൊക്കെ വേഗം മനസ്സലിയും, അങ്ങനെയുണ്ട് അവർക്ക്. ദേഷ്യം എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ്സാണ്, ബലമല്ല. ബലമുള്ളവർക്ക് ദേഷ്യം വരെ ചിരിച്ചിരിക്കും. വിശ്വാമിത്രൻ സ്വതവേ ശുദ്ധൻ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സലിഞ്ഞ് ഈ കുട്ടിയൊക്കെ ഇങ്ങോട്ട് കണ്ടതായിട്ടുള്ള സമയത്ത് ആരാണ് ഈ കുട്ടിയെ ബലി കൊടുക്കാൻ പറഞ്ഞ്, എനിക്കുണ്ടല്ലോ 3 മക്കൾ, ശതാനന്ദൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് നേരത്തെ പേര് പറയുണ്ടായി. എൻ്റെ കുട്ടിയെ ബലി കൊടുത്താലും ഈ കുട്ടിയെ ബലി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നായി വിശ്വാമിത്രൻ. അതുകൊണ്ട് എൻ്റെ കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ രാജാവിന് കൊടുക്കുക, ആരായാലും മതിയല്ലോ. അപ്പം മക്കൾ പറഞ്ഞു, അങ്ങ് എന്ത് പിതാവാണോ ചോദിച്ചു. അങ്ങൊരു പിതാവാണോ? സ്വന്തം കുട്ടിയെ ബലിക്ക് കൊടുത്തിട്ട് എന്ത് ധർമ്മസംരക്ഷണമാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇത് എവിടെയാണ് പറഞ്ഞിരിക്കണം? അതിലും ഭേദം ആ കുട്ടിയെ ബലി കൊടുക്കുകയല്ലേ, അല്ലെങ്കിൽ യാഗം തന്നെ ഉണ്ടാക്കിയല്ലേ നല്ലത്. സ്വന്തം മക്കളെ ബലി കൊടുത്തിട്ട് ഒരു ധർമ്മസംരക്ഷണം, ഒരു ആശ്രയിച്ച ഒരു ആശ്രിത വാത്സല്യം, എന്താണ് അച്ഛാ അർത്ഥം? ശതാനന്ദ മക്കളൊക്കെ ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചതായിട്ട് സമയത്ത് വിശ്വാമിത്രന് ദേഷ്യം വന്നു. സ്വന്തം മക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത അധിക പ്രസംഗികൾ,
എത്രയോ ജന്മം നിങ്ങൾ നായ്മാംസം തിന്ന് അതീവ നികൃഷ്ടരായും താണ ആ ധർമ്മം പുലർത്തുന്നവരുമായിട്ട് തീരട്ടെ. ഞാനിതാ നിങ്ങളെ ശപിക്കണു, അച്ഛൻ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട്. 1000 ആണ്ട് ഇപ്രകാരം നിങ്ങൾ കഴിഞ്ഞു കൂടാറാവട്ടെ എന്നങ്ങനെ പറഞ്ഞു. വിശ്വാമിത്രൻ കോപം കൊണ്ടിങ്ങനെ, സങ്കടം കൊണ്ടിങ്ങനെ തുള്ളാൻ തുടങ്ങി. ഒന്നും ചെയ്യാനും നിർത്തിയില്ല. മക്കൾ രസിച്ചപ്പം നിർത്തിയില്ല. ഇതൊക്കെ ഈ സമ്മതം വേണമെന്നുണ്ട് ഒരു ക്ലോസ് ആരോ വെച്ചിട്ടുണ്ട്. അതാ പ്രശ്നേ. നിർബന്ധം ചെലുത്തിയിട്ട് ഒരാളെ ബലി കൊടുക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല അത്രേ. എന്നാൽ ഇനി ഒരു കാര്യം ചെയ്യാം. ഈ വിശ്വാമിത്രൻ പറഞ്ഞു, അത് അവിടെയും കഥാഗതി മാറ്റണ്ട കേട്ടോ. വരുണമന്ത്രം ചൊല്ലിയിട്ട് ആരെയും കൊല്ലാണ്ട് പ്രശ്നം തീർത്തു എന്നാണ് മറ്റു പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും കാണുന്നത്. ഇവിടെ ഒന്ന് ചേഞ്ചായി. വരുണമന്ത്രമല്ല, അഗ്നിയെയും ഇന്ദ്രനെയും സ്തുതിക്കാനുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത്. എന്തായാലും വിശ്വാമിത്രനാണല്ലോ കുട്ടിയെ രക്ഷിച്ചത്. പത്രം എടുത്താൽ മതി. മറ്റു ദേവീഭാഗത്തിലൊക്കെ കാണും വരുണമന്ത്രം ജപിച്ചു. നമ്മുടെ ഭാഗത്തിലും ഉണ്ടത്, നവമസ്കന്ധത്തിൽ, ഭാരതത്തിലും ഉണ്ടൊക്കെ വരുണമന്ത്രമാണ്. ഇവിടെ ഒന്ന് മാറിയിരിക്കുന്നു. പ്രാതരഗ്നിം പ്രാതരിന്ദ്രം നവാമഹേ. ഭാഗ്യസൂക്തത്തിൽ ഇന്ദ്രനെയും അഗ്നിയെയും തുതിക്കുക, അത് വളരെ വിശിഷ്ടമാണെന്നാണ്. പ്രാതരഗ്നിം പ്രാതരിന്ദ്രം, ഇന്ദ്രനെയും അഗ്നിയെയും തുതിക്കാനുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തു ഈ കുട്ടിക്ക് വിശ്വാമിത്രൻ. നീ അത് ചൊല്ലിക്കോ, എൻ്റെ ജീവനൊന്നും നഷ്ടപ്പെടില്ല, ഞാനില്ലേ ഇവിടെ. കുട്ടിക്ക് അതൊരു വലിയ വാക്കാണ്, ഒരാശ്വാസമായി. കുട്ടി മന്ത്രമൊക്കെ മിടുക്കനാണ്, അങ്ങോട്ട് പഠിച്ചു. അങ്ങോട്ട് യാഗം ദീക്ഷിക്കാൻ പറഞ്ഞു രാജാവിനോട്. രാജാവേ, യാഗം ദീക്ഷിച്ചോളൂ, യാഗമൊക്കെ ഭംഗിയായിട്ട് നടക്കും, ഇവിടെ ആരെയും കൊല്ലൂല്ല, പോരെ. എന്ത് ധൈര്യത്തിലാണ് വിശ്വാമിത്രൻ ഇപ്പോൾ ഇത് പറയണത്? യാഗം മുടങ്ങിയിരിക്കുകയാണ്, ഒരാളെ ബലി കൊടുക്കാണ്ട് യാഗം പൂർത്തിയാവുമോ? വഴിയുണ്ടെന്ന് പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞു. പിന്നെ മഹർഷിമാരോട് അധികം തർക്കിക്കില്ലല്ലോ പണ്ട്. യാഗമാണ് ദീക്ഷിച്ചു രാജാവ്. ദീക്ഷയെടുത്തു, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. തൽക്കാലം ഈ കുട്ടിയെ ചുവന്ന പട്ടമൊക്കെ ഉടുപ്പിച്ചു, ദർഭപുല്ലുകൊണ്ടൊക്കെ വേണ്ട ദിക്കിലൊക്കെ അക്ഷതം മുതലായിട്ടതൊക്കെ ഇട്ട് ഈ കുട്ടിയാണ് ബലി കൊടുക്കുന്നതെന്ന് രാജാവിനൊരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞു. കുട്ടി ഇന്ദ്രനെയും അഗ്നിയായിട്ട് സ്തുതിച്ചു. വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് കേട്ടോ. ആ മന്ത്രം കൊണ്ട് അങ്ങോട്ട് സ്തുതിച്ചതിലേ ഇന്ദ്രൻ അങ്ങോട്ട് സന്തോഷമായി. ചെറിയ കുട്ടിയാണ്, അപ്പോൾ കൗതുകം തോന്നും. ദേവന്മാർക്കും ഉണ്ട് ഈ കുട്ടി വലിയ ആളെന്നുള്ള വ്യത്യാസമൊക്കെ. ചെറിയ കുട്ടി തന്നെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് മഹർഷി പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് ചോദിച്ചു. കണക്കെന്താ വരം വേണ്ട വെച്ചാൽ ദീർഘായുസ് വേണം ഇന്ദ്രദേവ. ആയിക്കോട്ടെ, അതിനെന്താ പ്രയാസം? നീ ദീർഘായുഷ്മാനാവും. നീ കൊല്ലാൻ പറ്റുമോ? ദീർഘായുഷ്മാനാവും. കുട്ടിയെ വരം കൊടുത്തു കഴിഞ്ഞ് കൊല്ലാൻ പറ്റുമോ? അപ്പോൾ യാഗം തുടങ്ങിയതായിട്ട് സമയത്ത് വിശ്വാമിത്രൻ പറഞ്ഞു, അല്ല ഇന്ദ്രൻ ചോദിച്ചു, മഹർഷി എന്താ ഇപ്പം ചെയ്യുക? ഈ കുട്ടിയാണിപ്പോൾ യജ്ഞപശു. ഞാനിപ്പോൾ അതൊന്നും നോക്കിയില്ല. എന്നെ ശ്രദ്ധിച്ചപ്പോൾ ആ കുട്ടി ചോദിച്ച വരം കൊടുത്തു, അത് യജ്ഞപശുവായി. ഇവിടെ ഇനിയിപ്പോൾ എന്താ കർത്തവ്യം? യജ്ഞം മുടങ്ങാനും പാടില്ല, കുട്ടിക്ക് കൊടുത്ത വരം മുടങ്ങാനും പാടില്ല. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ചെയ്യോ? അങ്ങ് പറഞ്ഞത് ചെയ്യണമല്ലോ, മഹർഷിയല്ലേ, കുട്ടിയൊന്നും കൊല്ലരുത്. ദീർഘായുസ് ഏതായാലും അങ്ങനെ അങ്ങയുടെ വാക്ക് വെറുതെ ആവാൻ പാടുമോ? അയ്യോ അത് പറ്റില്ല എന്നായി. ഇന്ദ്രൻ ആ കുട്ടിയെ കൊല്ലണ്ട. കൊല്ലാതെ കണ്ട് ആരെയും വധിക്കാണ് നമുക്ക് ഈ യജ്ഞമാണ് കോംപ്രമൈസ് ആക്കിക്കൂടെ? ഇന്ദ്ര അങ്ങേക്കാണ് സന്തോഷിച്ചാൽ പോരെ? ഒരു യജ്ഞപശുവിനെ കിട്ടാതെ അങ്ങാണ്ട് സന്തോഷിച്ചാൽ മതി. അങ്ങ് വിചാരിച്ച ഈ കാര്യം നടക്കും. എന്നാൽ അങ്ങനെയാവാം, എനിക്കിപ്പോൾ യജ്ഞപശു വേണ്ട. ആരെയും കൊല്ലാണ്ട് ഇന്ദ്രൻ സന്തോഷിക്കാനാണ് യജ്ഞം. അപ്പോൾ യജ്ഞം മുടങ്ങി എന്ന ദോഷമില്ല. അത് ഗായസ് കൊടുത്തത് ഇന്ദ്രനാവുകൊണ്ട് ഇന്ദ്രൻ ആരെയും കുറ്റം പറയാനും വയ്യ. യജ്ഞപശുവാണെന്ന് ചിന്തിക്കേണ്ട വരവും കൊടുത്തു. കുട്ടിയെ കൊല്ലാനും പറ്റില്ല. യജ്ഞം മുഴുവനാവും വേണം. വിശ്വാമിത്രൻ പറഞ്ഞത് കേൾക്കും വേണം. എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു യജ്ഞം മാത്രം യജ്ഞപശു ഇല്ലാണ്ട് വിജയിക്കട്ടെ. അങ്ങ് സന്തോഷിച്ചില്ലേ? മഹർഷി എനിക്ക് എന്താ പ്രശ്നം? അങ്ങ് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ എന്നും പറഞ്ഞ് ഒരു കോംപ്രമൈസ് ആക്കിയിട്ട് ഒരു കുട്ടിയും വെട്ടിക്കൊല്ലാതെ ആ യജ്ഞം വിശ്വാമിത്രൻ പൂർത്തീകരിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും തപസ്സിന് പോവുകയാണ്. തപസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. തപസ്സിന് പോയി എവിടേക്ക് എത്തണം? ബ്രഹ്മർഷിപദത്തിലെത്തണം. ആ ബ്രഹ്മർഷിപദത്തിലെത്തിയതിൻ്റെ ചരിത്രമാണ് രാമകുമാരന് ജനകനും സജാനന്ദനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഘട്ടമാണ് വിശ്വാമിത്ര കഥ. വീണ്ടും തുടരുകയാണ്, കഴിഞ്ഞിട്ടില്ല. കുറച്ചും കൂടി തപസ് ചെയ്താലേ ബ്രഹ്മർഷിപദത്തിലെത്തുള്ളൂ. ഇപ്പം രാജർഷി പദവി വരെ എത്തി അദ്ദേഹം. ഇനി ബ്രഹ്മർഷി പദത്തിൽ എങ്ങനെ എത്തി എന്ന് ഏതാനും കഥകളെ കൊണ്ട്
വർണ്ണിക്കുകയാണ് തുടർന്നുള്ളതായ ഭാഗത്തിൽ. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതദ്ധി രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.